നമസ്കാരം സുഹൃത്തുക്കളെ, മാജിക് മഷ്റൂംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൊബൈൽ സ്ലേവറി അഥവാ മൊബൈലിന്റെ അടിമത്തം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് കുട്ടികൾ മാത്രമല്ല, കുടുംബത്തിൽ എല്ലാവരും ഇന്ന് കുടുംബനാഥനടക്കം എല്ലാവരും മൊബൈലിന്റെ അടിമകളാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുന്നു, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം. അപ്പോൾ ഇതൊരു ലോകം മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമായിട്ട് തീർന്നിരിക്കുകയാണ്. കാര്യം കുടുംബ ബന്ധങ്ങളിൽ വീഴുന്ന വിള്ളൽ ഇന്ന് ലോകത്തിൽ മുഴുവൻ ഒരു പ്രശ്നമാണ്. പരസ്പരം സംസാരിക്കുന്നത് പോലുമില്ല. അപ്പോൾ അത് വലിയൊരു വിള്ളലാണ് കുടുംബ ബന്ധങ്ങൾ തങ്ങളിൽ ഉണ്ടാകുന്നത്. ഭാര്യയും ഭർത്താവുമായിട്ട് വൈകാരിക ബന്ധമില്ല, കുട്ടികളുമായിട്ട് വൈകാരിക ബന്ധമില്ല, കുട്ടികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുവാൻ പറ്റുന്നില്ല, സ്കൂളിലെ കാര്യങ്ങൾ തിരിച്ചറിയുവാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് ഇന്ന് വികസിത രാജ്യങ്ങള്, അതായത് ഡെവലപ്ഡ് കൺട്രീസ് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ നാടും എത്തേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ തന്നെയാണ് മാറ്റം വരുത്തേണ്ടത്, അല്ലാതെ നിയമങ്ങൾ മൂലമല്ല മാറ്റം വരുത്തേണ്ടത്. നിയമങ്ങൾ ഒരു പരിധി വരെ ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിന് ടൈമിങ്ങിൽ റെസ്ട്രിക്ഷൻ വെക്കാൻ കുട്ടികളുടെ, പക്ഷെ എന്നാൽ പോലും നമ്മൾ പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ, മാതാപിതാക്കൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, എന്താണ് കൈകാര്യം ചെയ്യുന്നത്, അപ്പൊ ആ രീതിയിൽ മാത്രമേ കുട്ടികളുടെ വളർച്ചയിലും തീർച്ചയായിട്ടും അവരതിനെ പിന്തുടരും. എല്ലാ കാര്യങ്ങളിലെയും പോലെ തന്നെ കുട്ടികള് ഈ പറഞ്ഞ മൊബൈലിന്റെ ഉപയോഗത്തിലും നമ്മളെ തന്നെയാണ് പിന്തുടരുന്നത്. അപ്പൊ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഒന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോ വളരെ ചുരുക്ക സമയം കൊണ്ട് നമുക്കത് ഇന്ന് തീർക്കാം. അപ്പൊ പ്രധാനമായിട്ട് ഒന്ന് ഭക്ഷണ സമയം ഫോണിൽ ചിലവഴിക്കുന്നത്, അത് കുടുംബനാഥൻ തന്നെ തുടങ്ങണം. ഈ വീട്ടംഗങ്ങൾ മുഴുവൻ കുട്ടികളെ നോക്കണം. നമ്മൾ ഒരിക്കലും ഭക്ഷണ സമയത്ത് മൊബൈല് ഉപയോഗിക്കാതിരിക്കുക. രണ്ട്, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയ സമയം ധാരാളം കൂട്ടണം. കാരണം ഈ സമയം നമ്മൾ ഇങ്ങനെ ഒന്നും പരസ്പരം സംസാരിക്കാതെ മൊബൈലിലാകരുത്. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുവാനുള്ളതാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പോഷകാഹാരക്കുറവ്, ദഹനക്കേട് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ മൊബൈൽ ഉപയോഗം മൂലം വരുന്നത് പറഞ്ഞു കൊടുക്കണം. ഉറക്കം കുറയും, ഉറക്കമില്ലായ്മ വരും, ഇത് പഠനത്തിനെ ബാധിക്കും, ഭാവിയെ ബാധിക്കും. ഇതെല്ലാം നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഈ ഫോണിന്റെ സ്ക്രീനിൽ ഉള്ള നീല വെളിച്ചമുണ്ടല്ലോ, അത് പരിപൂർണമായിട്ട് ഉറക്കത്തിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മൊബൈൽ നോക്കാൻ പോലും പാടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കണം. മാനസിക സമ്മർദ്ദവും ആശങ്കയും വർദ്ധിക്കാതിരിക്കുവാൻ വേണ്ടി സ്ഥിരമായി അവരുമായിട്ട് ആശയവിനിമയങ്ങൾ നടത്തണം. പിന്നീട് അതായത് സുഹൃത്തുക്കളുമായിട്ടും മറ്റ് സംവേദന എപ്പോഴും ഫോണിലൂടെ മാത്രമായിട്ട് ചുരുങ്ങാതെ കുട്ടികൾ സുഹൃത്തുക്കളുമായിട്ട് നേരിട്ട് സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുകയും ഒറ്റപ്പെടൽ അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ അത് ആദ്യം തിരിച്ചറിയേണ്ട രക്ഷകർത്താക്കളാണ്, പിന്നീട് സുഹൃത്തുക്കളും തിരിച്ചറിയണം. ഈ വളർച്ചയെ ബാധിക്കും എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ശാരീരിക വളർച്ചയെ ബാധിക്കും. മൊബൈലിൽ അമിതമായിട്ട് മുഴുകുന്ന പഠനത്തിനെയും സർഗാത്മകതയും ബാധിക്കും. എന്തൊക്കെ കഴിവുകളുണ്ടോ അതെല്ലാം ഇല്ലാതാകും. പാട്ടുപാടാനോ വരയ്ക്കാനോ ഡാൻസിനോ ഒക്കെ ഉള്ള കഴിവുകൾ. അപ്പൊ ഈ ശാരീരിക പ്രവർത്തനങ്ങൾ കുറയുന്നത് കൊണ്ട് തന്നെ അമിതവണ്ണം, അസ്വസ്ഥതകൾ എന്നിവയ്ക്കുള്ള പ്രധാന കാരണവും കൂടെയാണ് മൊബൈലിന്റെ ഉപയോഗം. അപ്പോ ലഹരിക്ക് അടിമയാകുന്നത് പോലെയാണ് കുട്ടികൾ ഇന്ന് ഗെയിമുകളിൽ അഡിക്റ്റ് ആകുന്നത്, നമുക്കതറിയാം. അപ്പൊ അതുമൂലം തന്നെ അനുസരണാശീലവും ഇല്ലാതാകും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് അതിൽ നിന്ന് അവരെ റിക്കവർ ചെയ്യിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ള മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ മുഖാന്തരവും ബന്ധുക്കൾ മുഖാന്തരവും അവസാന മാർഗമെന്നുള്ള നിലയിൽ ഒരു നല്ല കൗൺസിലർ മുഖാന്തരമെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അവരുടെ ഭാവി നമ്മുടെ കൺമുന്നിൽ തകർന്നു വീഴുന്നത് നമ്മൾ
വളരെ ദുഃഖത്തോടു കൂടി കാണേണ്ടി വരും. അപ്പൊ അതിന് നമ്മൾ കാരണമാകരുത്, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു പ്രോസസ്സിങ്ങിന് ഇന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന തന്നെ ഡിജിറ്റൽ ഡീടോക്സിങ് എന്നാണ്. അപ്പൊ ആ ഒരു വിഷമയത്തിനെ ഇല്ലാതാക്കുന്നതാണ് ഡിജിറ്റൽ ഡീടോക്സിങ്. ജപ്പാൻ അടക്കമുള്ള വികസിത രാജ്യങ്ങളിൽ ഇത് പരിപൂർണമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് എന്നുള്ളത്. അപ്പോ പിന്നെ എന്താണ് ഡിജിറ്റൽ ഡീടോക്സിങ് എന്ന് ചോദിച്ചാൽ, ആഴ്ചയിൽ ഒരു ദിവസം ഫോൺ ഉപയോഗം പരിപൂർണമായിട്ട് ഇല്ലാതാക്കുക. ആഴ്ചയിൽ ഒരു ദിവസം അത് എല്ലാവരോടും ചേർന്ന് തീരുമാനിച്ച് വീട്ടിൽ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക. ആ ഒരൊറ്റ ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം മതി. അപ്പൊ അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. 2, സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തുക. പിന്നെ അതായത് ഫോൺ ഉപയോഗിക്കുന്ന സമയം നിശ്ചയിക്കുക. വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത്ര സമയം ഫോൺ ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ കുടുംബവുമായിട്ട് ബന്ധപ്പെടുക. കുടുംബാംഗങ്ങൾ തങ്ങളുടെ ഭക്ഷണ സമയം, ഉറക്ക സമയം എന്നിവയെല്ലാം ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ഒരു പ്ലാനിങ് ഉണ്ടാക്കി അത് നടപ്പിലാക്കുക, മൊത്തം കുടുംബാംഗങ്ങളോടെ ചേർന്ന്. അത് കുട്ടികളടുത്ത് പറയുക. ആ സമയങ്ങളിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. പുതിയ പുതിയ താല്പര്യങ്ങൾ വളർത്തിയെടുക്കണം. അങ്ങനെ കുട്ടികളിൽ പുതിയ ഹോബികൾ, വായന, ചിത്രരചന, കായിക, ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ അങ്ങനെ, കരാട്ടയ്ക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെ. കുട്ടികൾക്ക് ആദ്യമൊക്കെ ഒരു വൈഷമ്യത ഉണ്ടെങ്കിൽ പോലും പിന്നീട് അവരതുമായിട്ട് ചേർന്ന് വന്നോളും. അപ്പോൾ അങ്ങനെ കുട്ടികളോടൊപ്പം കളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവരെ മാറ്റിയെടുക്കാം. അപ്പൊ അതിനെയാണ് ഡിജിറ്റൽ ഡീടോക്സിങ് എന്ന് പറയുന്നത്. അതിന് നമ്മളാണ് മാതൃകയാകേണ്ടത്. മൊബൈൽ ഫോണുകൾ നമ്മുടെ ജീവിതത്തിനെ എളുപ്പമാക്കുന്നു എന്നുള്ള ഒരു സത്യമാണ്. എന്നാൽ അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഒരിക്കലും തകർക്കാൻ അനുവദിക്കരുത്. അപ്പോൾ മിതമായ ഉപയോഗം ഇതിന് വളരെയേറെ ആവശ്യമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഓക്കെ, ശരി.